നമസ്കാരം. ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് 2023 ഡിസംബർ മാസത്തിലെ സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ്. നമുക്ക് ഓരോ ടോപ്പിക്കിലേക്കും കടക്കാം. ഇന്ത്യൻ സ്ട്രീറ്റ് പ്രീമിയർ ലീഗാണ് ISPL എന്ന് പറയുന്നത്. ഒരു ടെന്നീസ് ബോൾ ക്രിക്കറ്റ് ടൂർണമെന്റ് ആണ്. സാധാരണ സീസൺ ബോൾ ടൂർണമെന്റ് ആയിരിക്കില്ല. ഇന്ത്യൻ സ്ട്രീറ്റ് പ്രീമിയർ ലീഗിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് സാധാരണക്കാരായ ജനങ്ങളിൽ നിന്ന് ക്രിക്കറ്റിനോട് താല്പര്യവും കഴിവുമുള്ള ആൾക്കാരെ തിരഞ്ഞ് ഗ്ലോബൽ ലെവലിൽ അവർക്ക് കഴിവുകൾ പ്രദർശിപ്പിക്കാനുള്ള ഒരു അവസരം നൽകുക എന്നതാണ്. മുഴുവൻ 6 ടീംസാണുള്ളത്. ഓരോ ടീംസിലും ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് ഓരോ സെലിബ്രിറ്റീസ് ആണ്. 6 ടീംസ് എന്ന് പറയുമ്പോൾ 1 മുംബൈ, 2 ചെന്നൈ, കൊൽക്കത്ത, ഹൈദരാബാദ്, ബംഗളൂരു, ശ്രീനഗർ, ഇങ്ങനെ 6 ടീംസാണുള്ളത്. 6 ടീംസിനെ ഓൺ ചെയ്തിരിക്കുന്നത് 6 സെലിബ്രിറ്റീസ് ആണ്. മുംബൈനെ അമിതാഭ് ബച്ചൻ, ചെന്നൈ സൂര്യ, കൊൽക്കത്ത സെയ്ഫ് അലി ഖാൻ ആൻഡ് കരീന കപൂർ, ഹൈദരാബാദ് രാം ചരൺ, ബംഗളൂരു ഹൃതിക് റോഷൻ ആൻഡ് ശ്രീനഗർ അക്ഷയ് കുമാർ. ഇങ്ങനെ 6 ടീംസാണുള്ളത്. ഇനി കേരളത്തിൽ നിന്ന് സെലക്ട് ആയിട്ടുള്ളത് മുഴുവൻ 5 പേരാണ്. 5 പ്ലെയേഴ്സാണ് കേരളത്തിൽ നിന്ന് സെലക്ട് ആയിട്ടുള്ളത്. 1 വിവേക് കെ മോഹൻ, 2 KL മൻസൂർ, 3 ആഷിഖ് അലി, 4 KK ഹരീഷ് ആൻഡ് 5 സുമേഷ്. ഇങ്ങനെ 5 പേര് കേരളത്തിൽ നിന്ന് സെലക്ട് ആയിട്ടുണ്ട്. ഈ ISPL കോർ മെമ്പർ എന്ന് പറയുന്നത് സച്ചിൻ ടെണ്ടുൽക്കർ ആണ്. ചീഫ് മെൻഡർ രവി ശാസ്ത്രി. ഇത്രയുമാണ് ISPL പറ്റി അറിയാനായിട്ടുള്ളത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2023 സെയ്ദ് മോദി ഇന്റർനാഷണൽ ബാഡ്മിന്റൺ ടൂർണമെന്റിലെ വിന്നേഴ്സ് എന്ന് പറയുന്നത് ചിയു ജെൻ ആൻഡ് നൊസോമി ഒക്കുഹാരയാണ്. നൊസോമി ആണ്, നസോമി അല്ല, NA അല്ല, NO ആണ്. അത് ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണ്. ഓക്കെ, മെൻ സിംഗിളില് ചിയു ജെനും വുമൻ സിംഗിളില് നൊസോമി ഒക്കുഹാരയാണ് വിൻ ചെയ്തത്. ഇത് നടന്നത് ബാബു ബനാറസി ദാസ് ഇൻഡോർ സ്റ്റേഡിയം, ലക്നൌവിലെ ബാബു ബനാറസി ദാസ് ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് സെയ്ദ് മോദി ഇന്റർനാഷണൽ ബാഡ്മിന്റൺ ടൂർണമെന്റ് 2023 നടന്നത്. ഈ സെയ്ദ് മോദി എന്ന് പറയുന്നത് ഒരു കോമൺവെൽത്ത് ഗെയിം ചാമ്പ്യൻ ആയിരുന്നു. അദ്ദേഹം 8 തവണ നാഷണൽ ബാഡ്മിന്റൺ ചാമ്പ്യൻ ആയിരുന്നു. 1980 തൊട്ട് 1987 അങ്ങനെ മുഴുവൻ 8 തവണ അദ്ദേഹം നാഷണൽ ബാഡ്മിന്റൺ ചാമ്പ്യൻ ആയിരുന്നു. അപ്പോൾ അദ്ദേഹത്തെ അനുസ്മരിച്ചുകൊണ്ട് ഉത്തർപ്രദേശ് ബാഡ്മിന്റൺ അസോസിയേഷൻ തുടങ്ങിയ ഒരു ടൂർണമെന്റ് ആണ് സെയ്ദ് മോദി ഇന്റർനാഷണൽ ബാഡ്മിന്റൺ ടൂർണമെന്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ വിന്നേഴ്സ് ആരൊക്കെയായിരുന്നു? ചിയു ജെൻ ആൻഡ് നൊസോമി ഒക്വാര. വിജയ് ഹസാരെ ട്രോഫി 2023. വിജയ് ഹസാരെ ട്രോഫി വിൻ ചെയ്തിരിക്കുന്നത് ഹരിയാനയാണ്. ആദ്യമായിട്ടാണ് ഹരിയാന വിജയ് ഹസാരെ ട്രോഫി നേടുന്നത്. അതുപോലെ തന്നെ സുരാഷ്ട്ര ക്രിക്കറ്റ് അസോസിയേഷൻ സ്റ്റേഡിയം, രാജ്കോട്ടിലുള്ള സുരാഷ്ട്ര ക്രിക്കറ്റ് അസോസിയേഷൻ സ്റ്റേഡിയത്തിലാണ് ഫൈനൽ മാച്ച് നടന്നത്. ഫൈനൽ മാച്ചിലെ പ്ലെയർ ഓഫ് ദ മാച്ച് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് സുമിത് കുമാർ. ഹരിയാന ക്രിക്കറ്റ് പ്ലെയർ ആയ സുമിത് കുമാറാണ് പ്ലെയർ ഓഫ് ദ മാച്ച് ആയിട്ട് ഫൈനൽ മാച്ചിൽ തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇനി ഏറ്റവും കൂടുതൽ വിജയ് ഹസാരെ ട്രോഫി നേടിയിരിക്കുന്ന ടീം എന്ന് പറയുന്നത് തമിഴ്നാടാണ്. 5 ടൈറ്റിൽസ് ആണ്. 5 വട്ടമാണ് അവർ വിജയ് ഹസാരെ ട്രോഫി അവാർഡ് നേടിയിരിക്കുന്നത്. കോമ്പറ്റീഷൻ ഓർഗനൈസ് ചെയ്യുന്നത് BCCI ആണ്. BCCIയുടെ ഫുൾ ഫോം എന്താ? ബോർഡ് ഓഫ് കൺട്രോൾ ഫോർ ക്രിക്കറ്റ് ഇൻ ഇന്ത്യ. ബോർഡ് ഓഫ് കൺട്രോൾ ഫോർ ക്രിക്കറ്റ് ഇൻ ഇന്ത്യ. അപ്പം വിജയ് ഹസാരെ ടൂർണമെന്റ് ഓർഗനൈസ് ചെയ്യുന്നത് BCCI ആണ്. രഞ്ജി ട്രോഫി അറിയാം അല്ലേ? രഞ്ജി ട്രോഫി ഏത് ഗെയിമുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ക്രിക്കറ്റുമായിട്ട്. അപ്പോൾ രഞ്ജി വൺ ഡേ ട്രോഫി എന്നും വിജയ് ഹസാരെ ട്രോഫി അറിയപ്പെടാറുണ്ട്. എന്തുകൊണ്ടാണ് രഞ്ജി വൺ ഡേ ട്രോഫി വിജയ് ഹസാരെ ട്രോഫി എന്നറിയപ്പെടാനുള്ള കാരണം? വിജയ് ഹസാരെ എന്ന് പറയുന്നത് ഒരു ഫോർമർ ഇന്ത്യൻ ക്രിക്കറ്റ് പ്ലെയർ ആണ്. അദ്ദേഹം 14 മാച്ചോളം ഇന്ത്യയുടെ ക്യാപ്റ്റൻ ആയിരുന്നു ഈ വിജയ് ഹസാരെ എന്ന് പറയുന്ന ആള്. അപ്പം അദ്ദേഹത്തിന്റെ പിക്ചറാണ് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തെ അനുസ്മരിച്ചുകൊണ്ടാണ് രഞ്ജി വൺ ഡേ ട്രോഫിക്ക് വിജയ് ഹസാരെ ട്രോഫി എന്ന പേര്. സൗത്ത് ആഫ്രിക്കയുടെ ക്രിക്കറ്റ് പ്ലെയർ ആയ ഡെയ്ൻ എൽഗർ ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചു എന്ന് പ്രഖ്യാപിച്ചു. അതുപോലെ പാകിസ്ഥാൻ ടെസ്റ്റ് ബാറ്ററായ ആസാദ് ഷഫീഖ് എല്ലാവിധ ഫോംസ് ഓഫ് ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചു എന്ന് പ്രഖ്യാപിച്ചു.
അപ്പം സൗത്ത് ആഫ്രിക്കയുടെ ഡീൻ എൽഗർ ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ നിന്നാണ് വിരമിച്ചത്. അതുപോലെ പാകിസ്ഥാനിലെ ആസാദ് ഷഫീഖ് എല്ലാവിധ ഫോംസ് ഓഫ് ക്രിക്കറ്റിൽ നിന്നും വിരമിച്ചു. ഇനി ഫസ്റ്റ് അണ്ടർ-19 ഏഷ്യ കപ്പിൽ വിജയിച്ചത് ബംഗ്ലാദേശാണ്. ഫൈനൽ മാച്ച് UAE ആയിട്ടായിരുന്നു. അതിൽ ബംഗ്ലാദേശ് വിജയിച്ചു. ഫസ്റ്റ് അണ്ടർ-19 ഏഷ്യ കപ്പ്. ടെന്നീസ് ഹാൾ ഓഫ് ഫെയിം 2023. ടെന്നീസ് ഹാൾ ഓഫ് ഫെയിം എന്ന് പറയുന്ന അവാർഡ് നൽകുന്നത് ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനാണ്. അവരുടെ എയിം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഓർഗനൈസേഷൻ്റെ മോട്ടീവ് എന്ന് പറയുന്നത് ടെന്നീസ് എന്ന് പറയുന്ന ഗെയിമിനെ സേവ് ചെയ്യുക, സംരക്ഷിക്കുക, അതുപോലെ അത് സെലിബ്രേറ്റ് ചെയ്യുക, വേൾഡ് മുഴുവൻ ഗ്ലോബലി ഇൻസ്പയർ ചെയ്യുക എന്നുള്ളതാണ് ഈ ടെന്നീസ് ഹാൾ ഓഫ് ഫെയിം എന്ന് പറയുന്ന ഓർഗനൈസേഷൻ്റെ, നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ മോട്ടീവ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവർ അവാർഡ് നൽകുമ്പോഴത്തേക്കും 2 കാറ്റഗറിയിലായിരിക്കും അവാർഡ് നൽകുന്നത്. ഒന്ന് പ്ലെയേഴ്സ് എന്ന് പറയുന്ന കാറ്റഗറി, 2 കോൺട്രിബ്യൂട്ടേഴ്സ് എന്ന് പറയുന്ന കാറ്റഗറി. അപ്പം ഈ പ്ലെയേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല, ടെന്നീസ് കളിക്കുന്നവർ. അതുപോലെ കോൺട്രിബ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത് ടെന്നീസ് എന്ന് പറയുന്ന ആ ഗെയിമിലേക്ക് സംഭാവനകൾ നൽകുന്നത്. അതായത് കാശായിട്ടല്ല, അല്ലാതെ ചിലപ്പോൾ അതൊരു എന്താ പറയുക, ടെന്നീസ് ജേർണലിസ്റ്റ് ആയിരിക്കും, ബ്രോഡ്കാസ്റ്റർ ആകാം, കമൻറ്റേറ്റർ ആകാം. അപ്പം അത് ഗ്ലോബലി ടെന്നീസിനൊരു ഫെയിം നൽകുന്ന അങ്ങനെയൊക്കെയുള്ള ആൾക്കാരെയാണ് ഈ കോൺട്രിബ്യൂട്ടേഴ്സ് എന്ന് പറയുന്ന കാറ്റഗറിയിലേക്ക് അവർ നോക്കുന്നത്. ഇപ്പോൾ പ്ലെയേഴ്സ് എന്ന് പറയുന്ന കാറ്റഗറിയുണ്ട്, കോൺട്രിബ്യൂട്ടേഴ്സ് എന്ന് പറയുന്ന കാറ്റഗറിയുണ്ട്. അപ്പം ആദ്യത്തെ ഏഷ്യൻ മെൻ ആണ് ടെന്നീസ് ഹാൾ ഓഫ് ഫെയിം കിട്ടുന്ന ആദ്യത്തെ ഏഷ്യൻ മെൻ ആണ് ലിയാൻഡർ പീസ് ആൻഡ് വിജയ് അമൃത്രാജ്. ലിയാൻഡർ പീസിന് കിട്ടിയത് പ്ലെയർ എന്ന് പറയുന്ന കാറ്റഗറിയിലാണ്. വിജയ് അമൃത്രാജിന് കോൺട്രിബ്യൂഷൻ കാറ്റഗറിയിലേക്കാണ് വിജയ് അമൃത്രാജിനെ സജസ്റ്റ് ചെയ്തത്. ടെന്നീസിൽ ഹയസ്റ്റ് അവാർഡ് എന്ന് പറയുന്നത് ഗ്രാൻഡ് സ്ലാം ആണ്. ഇന്ത്യൻ ടെന്നീസ് പ്ലെയർ ആയ ലിയാൻഡർ പീസിന് മെൻസ് ഡബിൾസിൽ 8 ഗ്രാൻഡ് സ്ലാമും മിക്സ്ഡ് ഡബിൾസിൽ 10 ഗ്രാൻഡ് സ്ലാമും നേടിയിട്ടുണ്ട്. വിജയ് അമൃത്രാജ് ഒരു സക്സസ്ഫുൾ പ്ലെയർ ആണ്, ബ്രോഡ്കാസ്റ്റർ ആണ്, കമൻറ്റേറ്റർ ആണ്, ടെന്നീസ് ജേർണലിസ്റ്റ് എന്ന് പറയാം. ഈ 2 പേരാണ് ടെന്നീസ് ഹാൾ ഓഫ് ഫെയിം നേടുന്ന ആദ്യത്തെ ഏഷ്യൻ മെൻ. ഇനി പറയാൻ പോകുന്നത് ഗ്രാൻഡ് സ്ലാമിനെ പറ്റിയാണ്, ടെന്നീസ് ഹാൾ ഓഫ് ഫെയിമിനെ പറ്റിയല്ല. നമ്മളിവിടെ പറഞ്ഞു ഗ്രാൻഡ് സ്ലാം 8 മെൻസ് ഡബിൾസിൽ 8 തവണയും മിക്സ്ഡ് ഡബിൾസിൽ 10 തവണയും ലിയാൻഡർ പീസിന് ഗ്രാൻഡ് സ്ലാം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിവിടെ ശ്രദ്ധിക്കേണ്ടത് ഡബിൾസിനാണ് അല്ലേ, മെൻസ് ഡബിൾസും മിക്സ്ഡ് ഡബിൾസും, ഒന്നും സിംഗിൾസിനല്ല. അപ്പം ആദ്യമായിട്ട് ഏഷ്യയിൽ നിന്ന് സിംഗിൾസിന് ഗ്രാൻഡ് സ്ലാം കിട്ടിയത് ലീനയ്ക്കാണ്. ലീനയുടെ പിക്ചറാണ് നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ലീനയ്ക്കാണ് ആദ്യമായിട്ട് സിംഗിൾസിൽ ഗ്രാൻഡ് സ്ലാം കിട്ടിയത്. അപ്പോൾ മറ്റുള്ളവർക്കൊക്കെ എന്തിലാണ്, ഡബിൾസിനാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഒരാൾക്ക് മാത്രമേ സിംഗിൾസിൽ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ അത് ലീന. ഇപ്പോൾ 2 തവണയാണ് അവർക്ക് 2 തവണയാണ് ഗ്രാൻഡ് സ്ലാം സിംഗിൾസിൽ കിട്ടിയിട്ടുള്ളത്. ഗ്രാൻഡ് സ്ലാം അവാർഡ് 2 തവണ സിംഗിൾസിൽ അവർക്ക് ലഭിച്ചു. അപ്പോൾ അതുപോലെ തന്നെ 2019 ടെന്നീസ് ഹാൾ ഓഫ് ഫെയിമും അവർക്ക് ലഭിച്ചു. ലീനയ്ക്ക് 2019 ടെന്നീസ് ഹാൾ ഓഫ് ഫെയിമും ലഭിച്ചു. അപ്പം ഇന്ത്യയിൽ നിന്ന് ഗ്രാൻഡ് സ്ലാം നേടിയിട്ടുള്ള ഒരേ ഒരു വനിതയുള്ളൂ ഡബിൾസിൽ. അതും ഡബിൾസിലാണ്, കാര്യം ഞാൻ പറഞ്ഞു സിംഗിൾസിൽ ഒരാൾക്ക് കിട്ടിയിട്ടുള്ള ആരാ, ലീനയ്ക്ക്. അപ്പം ഇന്ത്യയിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഗ്രാൻഡ് സ്ലാം ഡബിൾസിൽ നേടിയിട്ടുള്ള വുമൺ കാറ്റഗറിയിൽ ഒരാൾക്ക് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അതാരായിരിക്കും? സാനിയ മിർസ ആയിരിക്കും. സാനിയ മിർസയാണ് നമുക്ക് എല്ലാവർക്കും. WTA പ്ലെയർ ഓഫ് ദി ഇയർ ആയി തിരഞ്ഞെടുത്തത് ഇഗാ സ്വിയാറ്റെക് ആണ്. WTA ഫുൾ ഫോം എന്ന് പറയുന്നത് വുമൻസ് ടെന്നീസ് അസോസിയേഷൻ എന്നാണ്. സെറീന വില്യംസിന് ശേഷം WTA പ്ലെയർ ഓഫ് ദി ഇയർ 2 തവണ അടുപ്പിച്ച് ലഭിച്ചത് ഇഗാ സ്വിയാറ്റെക്കിനാണ്. സ്ക്രീൻഷോട്ട് നോക്കുമ്പോൾ മനസ്സിലാകും. 2012 തൊട്ട് 2015 വരെ സെറീന വില്യംസ് അടുപ്പിച്ച് WTA പ്ലെയർ ഓഫ് ദി ഇയർ അവാർഡ് വാങ്ങിയിരുന്നു. അതിനുശേഷം 2022 2023 ഇഗാ സ്വിയാറ്റെക്കിനാണ് അടുപ്പിച്ച് ലഭിക്കുന്നത് WTA പ്ലെയർ ഓഫ് ദി ഇയർ അവാർഡ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടത്തിൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക.